അന്താരാഷ്ട്ര നേതാക്കന്മാരുടെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് UAE ഇവിടെ കഴിയുന്ന ആളുകളെ ഓർമ്മിച്ച് വ്യാകുലപ്പെടുന്ന നാട്ടിലെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അറിയാൻ വേണ്ടി കൂടി UAEയുടെ പ്രസിഡന്റിൻ്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസറായ അൻവർ ഗർഗാഷ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ UAEയിൽ സ്വദേശികളും പ്രവാസികളും എല്ലാവരും ഒരുപോലെ തന്നെ വെൽ പ്രൊട്ടക്റ്റഡ് ആയി സംരക്ഷിക്കപ്പെടും, അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും, അതിൽ വിവേചനമൊന്നും ഉണ്ടാകില്ല എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല എല്ലാ ആളുകളും ഒന്നടങ്കം ഭരണ നേതൃത്വവുമായി സഹകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നീങ്ങുന്നൊരു രംഗം അത് ഏറ്റവും നല്ലതാണെന്നും സുദൃഢമാണെന്നും അതാണ് ഈ രാജ്യത്തിൻ്റെ ശക്തിയെന്നും അൻവർ ഗർഗാഷ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ അതിജീവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇതിനിടയിൽ ഒരു ഉപദേശം കൂടി പറയുന്നത്, ഈ ഓരോരുത്തർക്ക് തോന്നുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷ്വൽ എടുത്തു വെച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതേ എന്നുള്ളതാണ്. അത് വിശ്വസിച്ച് കുറേ ആളുകൾ ഇതാണ് ശരിയെന്നൊക്കെ വിശ്വസിച്ച് ഔദ്യോഗികമായിട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ എന്തെങ്കിലും വിശ്വസിച്ച് ആശയക്കുഴപ്പത്തിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അധികൃതർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. തൽക്കാലം നമ്മൾ അക്കാര്യം ഉറച്ച് വിശ്വസിക്കുക. ഇറാൻ്റെ പുതിയ പരമോന്നത മേധാവി ഇന്ന് ആദ്യമായി അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹോർമൂസ് കടലെടുക്ക് ഞങ്ങളുടെ ശക്തിയാണ്, തൽക്കാലം അത് അടച്ചിടുക തന്നെ ചെയ്യും. എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് ആ രീതിയിൽ ഞങ്ങൾ ഉപയോഗിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞ വാചകം. രണ്ടാമത്തേത്, ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും അമേരിക്കൻ ബേസുകൾ ഉണ്ടെങ്കിൽ അത് അടച്ചിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആക്രമിച്ചിരിക്കും എന്ന രൂപത്തിലും മുന്നറിയിപ്പ് ശക്തമായി കൊടുത്തുകൊണ്ട് ആദ്യ പ്രസംഗത്തിലൂടെ മൊജ്തബ അലി ഖാമിനി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാൻ്റെ പ്രസിഡന്റും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇന്ന് ആഗോള മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തു. 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഭാവിയിൽ ഒരു യുദ്ധവും ഒരു ആക്രമണവും ഇറാനുമേൽ ഉണ്ടാകില്ല എന്ന് ഒരു അന്താരാഷ്ട്ര കരാർ ഉണ്ടാക്കുക. ഇപ്പോൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കെല്ലാം മാന്യമായ നഷ്ടപരിഹാരം തരിക, ഇറാൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ആക്രമണം തുടർന്ന് തന്നെ ഇരിക്കും എന്നാണ് ഇറാൻ്റെ ഭാഷ. അതിനെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞു. എന്നാൽ ചില സംഭവവികാസങ്ങളിലൂടെ റഷ്യയും ചൈനയും ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സമീകൃതമായ സമവാക്യം ഉണ്ടാക്കിയെടുക്കുമോ എന്നൊരു പ്രതീക്ഷ ചില നിരീക്ഷകരെങ്കിലും ഈ സമയത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരിട്ട് യുദ്ധത്തിൽ റഷ്യയോ ചൈനയോ പങ്കെടുക്കുന്നില്ലെങ്കിൽ തന്നെയും ഇറാനുമായി ചേർന്നും അമേരിക്കയുമായി ചേർന്നും ഇസ്രയേലുമായി ചേർന്നുമൊക്കെ ഒരു മധ്യസ്ഥ ശ്രമം നടത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിലേക്ക് പോകാൻ പറ്റുന്ന എന്തെങ്കിലും ഇക്വേഷൻസ് ബാക്കിയുണ്ടോ എന്ന് അവർ അന്വേഷിക്കുകയാണെന്ന് ഇങ്ങനെ ചുറ്റുവട്ടങ്ങളിലെ വാർത്തകൾ സൂചിപ്പിക്കുകയാണ്. ഈ യുദ്ധത്തിനിടയ്ക്ക് ആളുകൾ മരിക്കുന്നതും പരുക്ക് പറ്റുന്നതും ഓരോ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതൊന്നും അല്ലല്ലോ വിഷയം. എണ്ണയ്ക്ക് വില കൂടുന്നു, ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞു കിടക്കുന്നു, അതുവഴി എണ്ണക്കപ്പലുകൾക്ക് പോകാൻ പറ്റുന്നില്ല, ചുറ്റിക്കറങ്ങി മാത്രമേ എണ്ണ വിതരണം നടക്കൂ. ഈ സാഹചര്യത്തിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ന് വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു വാചകം സൂചിപ്പിക്കാം. എണ്ണവില കൂടിയാൽ അത് അമേരിക്കയ്ക്ക് കാശുണ്ടാക്കാൻ പറ്റിയൊരു വലിയ മാർഗമാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യം അമേരിക്കയാണ്. മറ്റു രാജ്യങ്ങളെക്കാളൊക്കെ ഞങ്ങൾക്ക് എണ്ണയുണ്ട്, അതുകൊണ്ട് എണ്ണവില വർദ്ധിച്ചാൽ ഒരു കുഴപ്പവുമില്ല, അമേരിക്കയ്ക്കാണ് നല്ലത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രൂത്തിൽ കുറിച്ചിരിക്കുന്നു. എന്താണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്തെ വാസ്തവമായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്? അവിടെ ഏതെങ്കിലും കപ്പലുകൾ പോയാൽ ഇറാൻ ആക്രമിക്കുന്നു, ഒന്നാമത്തെ വിഷയം. അതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് അതുവഴി പോകാൻ ഇപ്പോൾ പേടിയാവുന്നു. തുടർന്ന് ലോകം മുഴുവനും എണ്ണവില വർദ്ധിക്കുന്നു. ഒരു ബാരലിന് $100 കഴിഞ്ഞു പോയിരിക്കുന്ന വില നിലവാരം ഇന്നതായി വ്യാഴാഴ്ച മാർക്കറ്റിൽ പ്രകടമായി. കപ്പലുകളെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ എന്ത് ചെയ്യുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. വെള്ളത്തിനടിയിൽ മുഴുവനും മൈനുകൾ പാകിക്കൊണ്ടിരിക്കുന്നു ഇറാൻ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു എണ്ണക്കപ്പൽ പോകുന്നെങ്കിൽ അതിനെ അകമ്പടി സേവിക്കാൻ വേറെ കപ്പൽ വേണം എന്ന സാഹചര്യമാണെന്നും അമേരിക്ക മനസ്സിലാക്കുന്നു. ഇന്നലെ എല്ലാവരും വാർത്തകളിൽ കൊടുത്തൊരു കാര്യമുണ്ട്, അമേരിക്കയുടെ കപ്പലുകൾ ഈ മേഖലയിൽ അകമ്പടി സേവിച്ചു പോകുന്നു എന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെ എസ്കോർട്ട് പോകാൻ വേണ്ടി തങ്ങളുടെ കൈവശം കപ്പലുകൾ ആ മേഖലയിൽ ഇല്ല എന്ന രൂപത്തിൽ US ഡിഫൻസ് സെക്രട്ടറി ഇന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതും വാർത്തകളിൽ നിറയുകയാണ്. ഇതിനിടയിൽ അമേരിക്കയുടെ വലിയൊരു പടക്കപ്പലിൽ ഒരു തീപിടുത്തം ഉണ്ടായതറിഞ്ഞായിരുന്നോ? USS ജെറാൾഡ് ഫോർഡ്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും ഈ കപ്പൽ എവിടെയാണ്,
എന്തിനു വേണ്ടിയാണ് വരുന്നത്? USS എബ്രഹാം ലിങ്കൺ എന്നൊക്കെ പറയുന്നത് പോലെ USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന നൂറുകണക്കിന് വിമാനങ്ങളെ വഹിക്കാൻ പറ്റുന്ന യുദ്ധക്കപ്പൽ വേറൊരു വഴിയിലൂടെ ചെങ്കടൽ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എങ്ങനെയോ ഫയർ ഉണ്ടായെന്നും 2 പേർക്ക് പരുക്ക് പറ്റിയെന്നും ഇപ്പോഴും കപ്പൽ ഓപ്പറേഷനിൽ തന്നെയാണെന്നും പരുക്ക് പറ്റിയവരെ കരയിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വെളുപ്പാങ്കാലം മുതൽ UAEയിലും പലയിടങ്ങളിൽ അലർട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചിലയിടങ്ങളിൽ വന്ന ഡ്രോണുകളെയും മിസൈലുകളെയും ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന വാർത്ത വരികയും ചെയ്ത് നമ്മൾ അറിഞ്ഞതാണ്. ഇതുപോലെ മിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണ ശ്രമം ഉണ്ടാവുകയും പലയിടങ്ങളിലും അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് തകർത്തു എന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ്. കുവൈറ്റിൽ 5 ബാലിസ്റ്റിക് മിസൈലുകളും 7 ഡ്രോണുകളും നിർവീര്യമാക്കി. ഇന്ന് ഒമാൻ്റെ ഭാഗമായ കസബിൽ ഒരു ഡ്രോൺ വന്ന് വീഴുകയും അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തതിൻ്റെ കഷ്ണങ്ങൾ വന്നു വീണ് ചെറിയ ചില തീപിടുത്ത സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന റിപ്പോർട്ട് വരുമ്പോൾ ആർക്കും പരിക്കില്ല എന്ന ആശ്വാസം കൂടി കസബിൽ നിന്ന് പുറത്തു വരികയാണ്. മറ്റൊരു സംഭാഷണത്തിൽ ഇന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. വേൾഡ് കപ്പ് ഫുട്ബോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇറാൻ ഒരു കാരണവശാലും അമേരിക്കയിലേക്കൊന്നും വരരുത്, അവരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഫിഫയും പറഞ്ഞിരുന്നു ഇറാൻ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കളിക്കാൻ വേണ്ടി വരാം, പക്ഷേ വരുമ്പോൾ ജീവനും സ്വത്തിനും സംരക്ഷണമെന്ന് പറയുന്നത് പോലെ ആ സാഹചര്യത്തെക്കുറിച്ച് ഭയക്കണം എന്ന് ട്രംപ് ഒരു മുന്നറിയിപ്പ് ഇന്ന് ഭംഗ്യന്തരേണ നൽകിയിരിക്കുകയാണ്. ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്ന 4 വാചകങ്ങൾ ലോകമാധ്യമങ്ങളും നിരീക്ഷകരും ചർച്ചയ്ക്കെടുക്കുകയാണ്. ഒന്ന്, യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് യുദ്ധം ഞങ്ങൾ വിജയിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. മാധ്യമങ്ങൾ എടുത്തു ചോദിച്ചപ്പോൾ തീർന്നിട്ടില്ല, തീരാറായിട്ടില്ല എന്നും പറഞ്ഞു. എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പറയുന്നത് ഇറാനിൽ ഇനി ബാക്കിയൊന്നും ആക്രമിക്കാൻ വേണ്ടിയില്ല, ഒന്നും അവശേഷിക്കുന്നില്ല എന്നും പറഞ്ഞു. എന്നാൽ ഇതിനെക്കുറിച്ചൊരു അന്തിമ പ്രഖ്യാപനം എന്തെങ്കിലും നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എപ്പോൾ തീരുന്നു എന്ന കാര്യം അറിയിക്കും ട്രംപ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അതൊന്നും പറയാറായിട്ടില്ല എന്ന മറുപടിയും വരുന്നു. ഈ പറഞ്ഞ 4 വാചകങ്ങളും തമ്മിൽ പൊരുത്തക്കേട് തോന്നുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ അമേരിക്കയ്ക്കുള്ളിൽ ഒരു വലിയ ചോദ്യം ചെയ്യൽ വരുന്നു. ആദ്യത്തെ 6 ദിവസത്തേക്ക് മാത്രം $1000 കോടി ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണോ അമേരിക്ക എന്നവിടുത്തെ ജനങ്ങളും അവിടുത്തെ ജനപ്രതിനിധികളും ഇപ്പോൾ ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ്. ഇതിൻ്റെ മറുപടിക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. സാധാരണക്കാരന് ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളോ മറ്റെന്തെങ്കിലും റേഷൻ സമ്പ്രദായമോ സബ്സിഡിയോ ഡിസ്കൗണ്ടുകളോ ഒന്നും കിട്ടാതിരിക്കുകയും കിട്ടുന്ന ടാക്സ് മുഴുവനും യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ അഭികാമ്യമാണോ എന്ന ചോദ്യമാണ് അമേരിക്കയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇസ്രായേലിൻ്റെ കാര്യമോ? ഇസ്രായേലിനുള്ളിൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നില്ല, സ്കൂളുകൾ എന്നേ അടഞ്ഞു കിടക്കുന്നു. കാര്യമായ വരുമാനമുണ്ടായിരുന്ന ടൂറിസം പ്രോജക്റ്റുകൾ ഒരൊറ്റ എണ്ണം കഴിഞ്ഞ 12 ദിവസമായി അനങ്ങിയിട്ടില്ല. ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒരെണ്ണത്തിന് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി $3 മില്യൺ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, പ്രതിരോധത്തിന് വേണ്ടി ഉള്ള കാശെല്ലാം ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥ. ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഡൂക്കിലി ഡ്രോണിനെ പോലും, ഏറ്റവും ചെറിയ ഡ്രോണിനെ പോലും, ടോയ് ഡ്രോണിനെ പോലും ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി $80,000 വേണ്ടി വരും എന്ന സാഹചര്യം ഇസ്രായേലിനെ നേരിടുന്നു. പലയിടങ്ങളിലും ഇലക്ട്രിസിറ്റി ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, പലയിടങ്ങളിലും വാഹനങ്ങൾ സഞ്ചരിക്കുന്നില്ല, റോഡുകൾ വിജനമായിരിക്കുന്നു. ആളുകൾ ഓഫീസിലുണ്ടെങ്കിലോ വീടുകളിലുണ്ടെങ്കിലോ എപ്പോഴും സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും സൈറൻ കേട്ടുകൊണ്ട് നങ്കൂരമിടേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ ബങ്കറുകളിലേക്ക് പോകുന്ന, അതിലേക്ക് ഓടുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ സ്ഥിരതയെ ബാധിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇസ്രായേലിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതൊക്കെ സാമ്പത്തികവും സാമൂഹികവുമായ കാര്യങ്ങളെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇങ്ങനെ ഒരു യുദ്ധം ഇപ്പോൾ നടത്തിയിട്ട് ഇസ്രായേലിന് എന്താണ് നേട്ടം എന്ന കാര്യത്തെക്കുറിച്ചൊരു ഡിബേറ്റ് നടത്താൻ ഗവൺമെൻറ് തയ്യാറാണോ? അതിന് വളം വച്ചു കൊടുക്കുന്ന വിധത്തിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഉന്നയിക്കുന്ന ചോദ്യവും പ്രസക്തമായി മാറുന്നു എന്ന് നിരീക്ഷകർ പറയുന്നു. ഇസ്രായേലിനകത്തും, അതായത് അബ്ബാസ് അറക്ചി ചോദിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോൾ സ്വയം പ്രതിരോധം എന്ന രൂപത്തിൽ ഇറാൻ തിരിച്ചടിക്കുന്നു, ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു, ചുറ്റുവട്ടത്തുള്ള അമേരിക്കൻ ബേസുകളെ ആക്രമിക്കുന്നു, ആരൊക്കെ സഹായിക്കുന്നോ ഇസ്രായേലിനെ അമേരിക്കയും അവർക്കെതിരെ ഞങ്ങൾ ആക്രമണം നടത്തുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അബ്ബാസ് അറക്ചി ഇതിനെ നേരിടുന്നത്. എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് ഇസ്രായേലും അമേരിക്കയും ഞങ്ങളെ 28-ാം തീയതി രാവിലെ ആക്രമിച്ചത്? ഒരു ടാർഗറ്റും അല്ലാതിരുന്ന
സ്കൂൾ കുട്ടികളുടെ അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേർക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയത്? ഇതിൻ്റെ മറുപടി തരൂ എന്നുള്ള ചോദ്യം ഇസ്രയേലിൽ പോലും ചർച്ചയായി മാറുകയാണ് എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. നമ്മളിങ്ങനെ ഇസ്രയേലിനെക്കുറിച്ചും ഇറാനെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു രാജ്യം കൂടി കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ലെബനോൻ. ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണം ബെയ്റൂട്ടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിരവധി കെട്ടിടങ്ങൾ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിലേക്ക് വരാൻ പോകുന്നു മിസൈൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണങ്ങൾ സജീവമായി നടക്കുന്നു. നൂറുകണക്കിന് ആളുകൾ ലെബനോനിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെ ലോകമൊരു യുദ്ധത്തിൻ്റെ പിടിയിൽ കിടന്ന് ഞെരിവരിക്കൊള്ളുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ മാർച്ച് 12-ാം തീയതി രാത്രിയിലും കാണുന്നത്. ശുഭപ്രതീക്ഷയുള്ള ഏതെങ്കിലും മധ്യസ്ഥർ മുന്നോട്ട് വന്നിട്ട് പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തി എന്താണോ രണ്ട് കൂട്ടരുടെയും ആവശ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് ചർച്ചകളിലേക്ക് പോയി സമാധാന അന്തരീക്ഷം കൊണ്ടുവന്ന് ആളുകളുടെ വിലക്കയറ്റ ഭയവും ജീവഭയവും ഒക്കെ ഒഴിവാക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷയോടുകൂടി അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇന്നത്തെ ലേറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature Abu Shagara Sharjah, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Deal Price, India GCC Business Lounge.